പിന്നെ ഞാൻ ഈ വലിച്ച് കയറ്റി എടുത്തുകൊണ്ട് വന്നത് എന്താ അറിയാമോ? ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്ക് വന്നതുകൊണ്ടാണ്. ഞാൻ വലിച്ചിട്ട് എടുത്തുകൊണ്ട് അറിയാമോ? അതെ, ഈ ഒരു പെട്ടി ഇതിൻ്റെ അകത്ത് നിറച്ചും ബോക്സുകളും പൗച്ചുകളുമാണ്. ഇത് ഞാൻ ഗിവ് അവേ ഒരാൾക്ക് കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഒരു ഷെയറും കമൻറ്റും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഗിവ് അവേ തരും. ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. നമുക്കപ്പം ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ഡ്രോയിങ് ആണ് വരയ്ക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിയാണ് വരയ്ക്കുന്നത്. ഒരു ജേണലിൽ ചെയ്യാം. നമുക്ക് അതിന് മുമ്പേ എല്ലാം ഒന്ന് മാറ്റി വെക്കണം. നമുക്ക് ജേണലിൽ ചെയ്യാവേ. വെയിറ്റ് ചെയ്യാം ഗൈസ്. സ്റ്റാപ്ലെയറൊക്കെ നമ്മൾക്ക് സാധാരണ ഇവിടെ അത്ര ആൾക്കാരൊന്നും ഗൈസ് ഇപ്പം എൻ്റെ വാങ്ങി തോരാ ഗൈസ്. ഒരു കടിച്ചു മുച്ചടക്ക പണിയാണ്. കയറികാലം ഇതെല്ലാം മൊത്തത്തിൽ ആയി പോവാണേ. നമ്മക്കൊക്കത്തില്ല. നമുക്കെന്നാ നിങ്ങൾക്ക് ഗിവ് അവേ തരുന്ന സാധനം ഉണ്ടാക്കിയാലോ? ഗിവ് അവേ നമ്മൾ രണ്ടുപേര് തിരഞ്ഞെടുക്കുന്നതാണ്. ആർക്കാണെന്ന് ഞാൻ വീഡിയോ പറയുന്നില്ല. ഞാൻ നാളെ ആണെങ്കിൽ നെയിം മീറ്റിംഗ് ചാലഞ്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വയ്ക്കാം. എൻ്റെ ഒരു തീരുമാനം. ഇന്ന് എപ്പോഴാണ് ഇപ്പം സമയമായി 4 മണിക്ക് ചെയ്യാനാണ് നെയിം മീറ്റിംഗ് ചാലഞ്ച്. നമുക്ക് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യണം. ആരതി നമുക്കിന്ന് ചെയ്യാം. ആരതി ചേച്ചി അറിയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആരതി ചേച്ചി ആരാണ് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ക്രാഫ്റ്റ് വീഡിയോ ഇടുന്ന ആരതി ചേച്ചി. ആ ചേച്ചി വീഡിയോ കാണുമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. 8111 അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. 8111 9222996. നിങ്ങൾക്ക് എന്നെ വിളിക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഗീവ് അവേ ഞാൻ ഈ നമ്പറിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ തരാം. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കും. എന്നിട്ട് നിങ്ങൾ നമ്പർ ഒന്ന് താഴെ ടാഗ് ചെയ്തേക്കണേ. ഞാൻ എന്നിട്ട് വിളിക്കാം ഗീവ് അവേ ആർക്ക് വേണമെന്നുള്ളത്. ഞാൻ നിങ്ങൾ 2 പേരെ തിരഞ്ഞെടുക്കും. ഓക്കെ, ഇന്ന് വെള്ളിയാഴ്ച ലൈഫ് ചോദിച്ചാൽ അപ്പോൾ നമുക്കിന്ന് ക്രാഫ്റ്റിൻ്റെ ഒരു ഭാഗം ചെയ്യാം. ഒരു പേപ്പർ വെച്ചിട്ട് ഇതായിട്ട് നമുക്ക് മാറ്റാം. നമ്മൾ ഇത്രയും പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കണം. ബോക്സ് സിമ്പിളൊന്നുമല്ല. അത് സിമ്പിളാണ്, നമുക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ. ഒരാൾക്ക് 2 തീരത്തില്ല. നമുക്ക് പശ എടുക്കാം. ഞാൻ ഈ ഒരു ക്രീം കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഫേസ് നല്ല മാറ്റമുണ്ട്. ഇത് നമുക്ക് നല്ല ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റിയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റർ എഴുതി അയച്ചു തരാം. അത് വേണം, നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളല്ലേ. അപ്പോൾ നമുക്ക് ഈ 3-ൽ ഇന്നൊരു ചെറിയ ജേണലിങ് ചെയ്യാം. ഒരു സ്റ്റോറിയും അല്ല. സ്റ്റോറി നമുക്ക് കഴിയുമ്പോൾ ഡ്രോയിങ് ചെയ്യാവേ. ഈ പേപ്പർ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഡ്രോയിങ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഈസി സിമ്പിളായിട്ടുള്ളത്. ഈ ഒരു ആനയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് കളർ അടിക്കാനല്ല, നമ്മൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടും. ഞാൻ വരച്ചിട്ട് ഫൈനൽ കാണിക്കാം. ഓക്കെ, ബൈ.